ചിലമാരി ബിരിയാണി എന്ന് പറഞ്ഞ് ചിക്കൻ കറി ചോറിട്ട് കുഴച്ചാലും എനിക്ക് അങ്ങ് ചൊറിഞ്ഞു വരും. അതെ 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 അതെ. അതുപോലെ മറ്റേ ബിരിയാണിയിൽ പൈനാപ്പിൾ വെച്ച് ഉണ്ടാക്കുന്നവന്മാർ, ആവശ്യത്തിനധികം ഏലക്ക ബിരിയാണിയിലിട്ട് ബിരിയാണി നശിപ്പിക്കുന്നവന്മാർ, വെജിറ്റബിൾ ബിരിയാണി വിൽക്കുന്നവന്മാർ, കോൾഡ് ബ്ലഡഡ് കില്ലേഴ്സ്. ഓഹോ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിലേ ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം. നമസ്തേ മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് അടിപൊളി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ജിഞ്ചർ, ഗാർലിക്, അതേപോലെ തന്നെ പച്ചമുളക് ഇതെല്ലാം കൂടെ ചതച്ച് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് ഇങ്ങനെ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഉള്ളി ഇട്ട് നമ്മൾ നന്നായി വഴറ്റണം. ഉള്ളി നല്ല ട്രാൻസ്ലൂസൻ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള വെജിറ്റബിളായ ബീൻസ്, ക്യാരറ്റ്, അതേപോലെ തന്നെ തക്കാളി ഞാനതിന് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് വഴണ്ടിങ്ങനെ വരണം. പച്ചക്കറികളൊക്കെ പകുതി വേവാവുന്നവരെ നന്നായിട്ട് വഴറ്റണം. അതിന് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പൊടികളൊക്കെ നമ്മൾ ചേർക്കണം. അതിൻ്റെ ഇടയിൽ ഉരുളക്കിഴങ്ങ് ഇടാൻ മറന്നു പോയതുകൊണ്ട് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി, കാരണം നമ്മളിത് അരിയുടെ കൂടെ വേവിക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് കുഴഞ്ഞു പോകാൻ പാടില്ല. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ നമ്മൾ ആവശ്യത്തിന് ചേർക്കുക. ഇപ്പം ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ ഗരം മസാലയാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വെള്ളക്കടല വേവിച്ചത് ചേർക്കണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണിയുടെ പേരാണ് കടല ബിരിയാണി. എന്നിട്ട് നമ്മൾ ഉപ്പ് നോക്കുന്നു. അപ്പോൾ ഇനി ആവശ്യം കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ഞാനൊരു പ്രഷർ കുക്കറിൽ കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്കായ, ബേ ലീഫൊക്കെ ഇട്ടിട്ട് കുറച്ച് മുന്തിരിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് അതിൻ്റെ മേലേക്ക് നമ്മുടെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ഗ്ലാസ് അരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ കൈമ റൈസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഹാഫ് കുക്ക് ചെയ്ത് മാറ്റി വെച്ച വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിടാം. ഇപ്പോൾ ഇതിൽ ഉപ്പ് പാകമായിട്ടാണുള്ളത്. 2 വിസിലോടുകൂടി നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് മീനവിയൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിലേ ഞങ്ങൾക്ക് പച്ചക്കറി ഇട്ട ബിരിയാണി ഉണ്ടാക്കാം. അല്ല പിന്നെ അപ്പോഴേ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? വാവ്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ആ കടലൊക്കെ ഇങ്ങനെ കടിക്കും. അപ്പോൾ ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു അനുഭൂതിയാണത്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. വീട്ടിലുണ്ടാക്കിയിട്ട് അതിൻ്റെ കമൻറ്റ് ഇതിനകത്ത് രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.